ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള നല്ലൊരു ടൊമാറ്റോ സൂപ്പാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ടൊമാറ്റോ സൂപ്പ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് തക്കാളി തന്നെയാണ്. അപ്പോൾ വലിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ 2 തക്കാളി എടുക്കണം. ഞാനിപ്പോൾ ഒരു വലിയ തക്കാളി അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ളതും ഒരു ചെറുതുമാണ് എടുത്തിട്ടുള്ളത്. എന്നാൽ ശരി, പെട്ടെന്ന് തന്നെ ഇതൊന്ന് തയ്യാറാക്കി തുടങ്ങാം. നമ്മുടെ സൂപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കടായി ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബട്ടറാണ്. ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ബട്ടറിൽ തയ്യാറാക്കുമ്പോഴാണ് ആ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇനിയിപ്പോൾ ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം നമുക്ക് ഓയിൽ ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഉണ്ടെങ്കിൽ ബട്ടർ തന്നെ ചേർത്ത് കൊടുത്തേക്കണം. ഇതൊന്ന് ഉരുകി തുടങ്ങുന്ന സമയം കൊണ്ട് പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ്. അപ്പോൾ ഞാൻ ഒരു വലിയ വെളുത്തുള്ളി അല്ലിയിൽ 2 വെളുത്തുള്ളി അല്ലി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാവും. ഒരുപാട് സമയമായിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ബാക്കി ചേരുവകളൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇപ്പോൾ തന്നെ ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളകാണ്. മുഴുവൻ കുരുമുളകാണ് നമ്മൾ ചേർക്കുന്നത്. ഇനിയിപ്പോൾ മുഴുവൻ കുരുമുളക് ഇല്ലയെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം. പക്ഷേ അത് ഈ സമയം ചേർക്കാൻ പാടില്ല. അത് ലാസ്റ്റിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. കുരുമുളകാണെന്നുണ്ടെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കണം. കുരുമുളകും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ഏലക്കയുടെ കുരു മാത്രമാണ്. ആ സീഡ്സ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. മുഴുവൻ ഏലക്ക ഇടേണ്ട ആവശ്യമില്ല. 2 ഏലക്കയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഏലക്കയുടെ ഒരു ഫ്ലേവർ ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ചേർത്തിട്ട് നമുക്കെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഒരുപാട് സമയം വഴറ്റേണ്ടതില്ല. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ചെറുതായിട്ടൊന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ട് എൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഈ സമയം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് സവാളയും കൂടിയാണ്. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് സവാളയിൽ ഒരു പകുതി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ ചേർക്കാം. അതുപോലെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് കുറച്ച് ക്യാരറ്റും കൂടി. ഒരു മീഡിയം സൈസ് ക്യാരറ്റിൽ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നതെല്ലാം നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ അത്രയും നല്ലത്. ക്യാരറ്റും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ബീട്രൂട്ടും കൂടിയാണ്. ഒരു മീഡിയം സൈസിൽ ഒരു പകുതി ബീട്രൂട്ട് മാത്രം ഒരല്പം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ക്യാപ്സിക്കം കൂടിയാണ്. ഈ ഒരു അളവിൽ മാത്രമേ ക്യാപ്സിക്കം എടുത്തിട്ടുള്ളൂ. നമ്മൾ ഈ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ സൂപ്പിന്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മുടെ പച്ചക്കറിയും അതുപോലെ തന്നെ സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ട് വരണം. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് വഴറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. ഇടയ്ക്കൊക്കെ നമ്മൾ ഇതുപോലെ സൂപ്പ് തയ്യാറാക്കി കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. ഇനിയിപ്പോൾ തണുപ്പ് സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ചൂട് സൂപ്പ് ഉണ്ടെങ്കിൽ പിന്നെ പറയാനുമില്ല. ഒരു 3 മിനിറ്റ് നമ്മൾ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ടാകും. ഈ ഒരു രീതിയിൽ മാത്രം നമുക്കൊന്ന് വെന്ത് കിട്ടിയാൽ മതിയാവും. ഇതിപ്പോൾ ഒരു 80% നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആകുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് വേണ്ടത് ഇതൊന്നൊരു ബൗളിലേക്ക് മാറ്റണം. ഈ സമയം തന്നെ നമ്മളിതൊരു ബൗളിലേക്ക് മാറ്റിയാണ്. ഫ്ലെയിം ഞാനിപ്പോൾ കുറച്ച് വെക്കുകയാണ്, എന്നിട്ടാണ് ബൗളിലേക്ക് മാറ്റുന്നത്. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ബൗളിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് ഒരല്പം മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നരച്ചെടുക്കണം. നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് നരച്ചെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇത് നമ്മുടെ കടായിലേക്ക് ചേർത്ത് കൊടുക്കാം. കടായിലേക്ക് ചേർത്ത് കൊടുത്തതും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് തക്കാളി. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത തക്കാളിയെല്ലാം ചെറിയ ചെറിയ പീസാക്കി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്കിതിൻ്റെ കൂടെ ചേർക്കാം. എന്നാൽ ശരി, ഇതുപോലെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ബാക്കി ചേരുവകളും കൂടി ഈ സമയം തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിലെ മുളക് പൊടി കൂടിയാണ്. അപ്പോൾ അത് നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം.
കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 1.5 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി. അപ്പോൾ അതും ചേർക്കുകയാണ്. ഇനി വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകമാണ്. ഇതിപ്പോൾ നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകം ഒരല്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടയുന്നത് വരെ ചെറിയ രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. നമ്മുടെ തക്കാളി എല്ലാം ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് വെന്ത് കുഴഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ മാത്രം നല്ലതുപോലെ ഒന്ന് വെന്ത് കുഴഞ്ഞ് കിട്ടിയാൽ മതിയാവും. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഏകദേശം ഒരു 3.5 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇത് നന്നായിട്ട് വീണ്ടും ഒന്ന് തിളച്ചിട്ട് വരണം. അപ്പോൾ നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ മസാലയും അതുപോലത്തെ കളിയും എല്ലാം ഇതിൽ നല്ലതുപോലെ ഒന്ന് വെന്ത് കുഴഞ്ഞിട്ടുണ്ടാവും. നന്നായിട്ട് ഇതുപോലെ നമ്മുടെ തക്കാളി എല്ലാം ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ തക്കാളി എല്ലാം ഇതിലേക്ക് വെന്ത് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഇതൊന്ന് ചെറുതായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഇതുപോലെ എന്തെങ്കിലും പൊട്ടറ്റോ സ്മാഷർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ബാക്കിയുള്ള തക്കാളിയും ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ് ചേർന്നോളും. ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം നമുക്കൊന്ന് അരിച്ചെടുക്കണം. നമ്മളിത് അരിപ്പയിലൂടെ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ ഹോളിലൊരു അരിപ്പ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ടൊമാറ്റോ സൂപ്പെല്ലാം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് നമ്മളൊരു സ്പൂണ് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സ്പാച്ചില വെച്ചിട്ടോ നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വേണം നമ്മളിതൊന്ന് അരിച്ചെടുക്കാനായിട്ട്. നമുക്കിതിലേക്ക് ബാക്കിയായിട്ട് വരുന്നത് നമ്മുടെ തക്കാളിയുടെ തൊലിയും അതുപോലെ തന്നെ ആ കുരുവും ബാക്കിയുള്ള കുറച്ച് ചെറിയ തരിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. നന്നായിട്ട് ഇതെല്ലാം ഒന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ പഴയ കടായിലേക്ക് തന്നെ ഈ അരിച്ചെടുത്ത സൂപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സൂപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഈ ഒരു കട്ടിയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ കട്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം കൂടുതൽ ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് അളവിൽ കൂടി വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ട് വരണം. എന്നാൽ ശരി, നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നമ്മുടെ സൂപ്പെല്ലാം ഇപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ട് വരികയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലാസ്റ്റിലായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട കാര്യങ്ങളാണ് 1 ടേബിൾ സ്പൂൺ അളവിൽ കുറച്ച് ടൊമാറ്റോ സോസും കൂടി. അപ്പോൾ ഈ ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുവരെയും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കിയേക്കണം. ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം നാരങ്ങ നീരും കൂടിയാണ്. ഈ ഒരു അളവിൽ 1/4 പീസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ വളരെ കുറച്ച് മാത്രം നാരങ്ങ നീരും കൂടി. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമുക്ക് എത്രത്തോളം സൂപ്പിന് കട്ടി വേണോ അതിനനുസരിച്ചിട്ട് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളം സൂപ്പിന് കട്ടി വേണോ അതിനനുസരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. നമ്മുടെ കോൺഫ്ലോർ ചേർക്കുമ്പോൾ തന്നെ നല്ല കട്ടിയായിട്ടുണ്ടാവും നമ്മുടെ ഈ സൂപ്പ്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് സെർവ് ചെയ്യുന്നത് കൂടി എങ്ങനെയാണെന്ന് ഞാൻ പറയാം. നമ്മളെപ്പോഴും സൂപ്പ് തയ്യാറാക്കി കഴിഞ്ഞാൽ നല്ല ചൂടോടുകൂടി തന്നെ നമ്മളിത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. എങ്കിൽ മാത്രമേ ആ സൂപ്പിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നല്ലൊരു ബൗളിലേക്ക് നമ്മൾ ഒന്ന് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിലേക്ക് കുറച്ച് ക്രീമൊക്കെ ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ടോസ്റ്റ് ആണ്. നമ്മൾ സാധാരണ ബ്രെഡ് ഒന്ന് ബട്ടറിലിട്ട് നല്ലതുപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തതാണ്. അതിനുശേഷം ചെറിയ ചെറിയ കുട്ടി പീസായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ നല്ലതുപോലെ ഒന്ന് സെർവ് ചെയ്യാനായിട്ട്. അപ്പോഴാണ് നമ്മുടെ ടൊമാറ്റോ സൂപ്പ് നല്ല സൂപ്പറായിട്ടുണ്ടാകുന്നത്. നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു ബ്രെഡിൻ്റെ ഒരു പീസും അതുപോലെ തന്നെ നമ്മുടെ ടൊമാറ്റോ സോസും കൂടി ഒരു സ്പൂണിൽ ഇങ്ങനെ എടുത്ത് കോരി കുടിക്കുമ്പോഴുണ്ടല്ലോ, അതിങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടൊമാറ്റോ സൂപ്പാണ്. ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ അറിയിക്കുകയും വേണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.